കർണാടക റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ലിമിറ്റഡിലെ മുൻ ക്ലർക്കിന്റെ വീട്ടിൽ 30 കോടിക്ക് മുകളിലുള്ള കണക്കിൽപ്പെടാത്ത സ്വത്ത് കണ്ടെത്തി. സർക്കാർ ഉദ്യോഗസ്ഥരുടെയും റിട്ടയർഡ് ഉദ്യോഗസ്ഥരുടെയും വീടുകളിൽ ലോകായുക്ത റെയ്ഡ് തുടരുകയാണ്. വെള്ളിയാഴ്ചയാണ് റെയ്ഡിന്റെ വിശദാംശങ്ങൾ പുറത്തറിഞ്ഞത്. കലകപ്പ നിടകുണ്ടി കർണാടക റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ലിമിറ്റഡിലെ മുൻ ക്ലർക്ക്. നിടകുണ്ടി വാങ്ങിയിരുന്നത് ശരാശരി സർക്കാർ ഉദ്യോഗസ്ഥന്റെ ശമ്പളം. എന്നാൽ വീട്ടിൽ മാത്രം നടത്തിയ റെയ്ഡിൽ ലോകായുക്ത കണ്ടെടുത്തതോ 30 കോടിയിലധികം രൂപ വിലമതിക്കുന്ന സ്വത്തുവകകൾ. പ്രാഥമിക പരിശോധനയിൽ കലകപ്പ നിടകുണ്ടി 24 വീടുകളും 40 ഏക്കർ കൃഷിഭൂമിയും 4 പ്ലോട്ടുകളും സ്വന്തമാക്കിയിരുന്നുവെന്ന് കണ്ടെത്തി. നിടകുണ്ടിയുടെ വീട്ടിൽ നിന്ന് 4 വാഹനങ്ങളും 350 ഗ്രാം സ്വർണവും 1.5 കിലോ വെള്ളിയും ലോകായുക്ത കണ്ടെടുത്തു. സ്വത്തുക്കളിൽ ഭൂരിഭാഗവും നിടകുണ്ടിയുടെ ഭാര്യയുടെയും സഹോദരന്റെയും പേരിലായിരുന്നു. പൂർത്തിയാകാത്ത 96 പദ്ധതികളുടെ വ്യാജരേഖ നിർമ്മിച്ച് നിടകുണ്ടിയും KRIDL മുൻ എഞ്ചിനീയറും ചേർന്ന് 72 കോടിയിലധികം കീശയിലാക്കിയതായി ചില വിവരങ്ങൾ ലോകായുക്തയ്ക്ക് ലഭിച്ചിരുന്നു. വരുമാനത്തിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതികളിൽ വിശദമായ അന്വേഷണത്തിനും റെയ്ഡിനും തയ്യാറായിരിക്കുകയാണ് കർണാടക ലോകായുക്ത. ഹാസൻ, ചിക്കബലാപുര, ചിത്രദുർഗ, ബംഗളൂരു എന്നിവിടങ്ങളിലെ 5 സർക്കാർ ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ ഇതിനോടകം പരിശോധന നടന്നു കഴിഞ്ഞു. പല പരിശോധനകളിലും കോടികളുടെ ഇടപാടുകൾ കണ്ടെത്തിയെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ജൂലൈ 23-ന് ഒരു IAS ഉദ്യോഗസ്ഥനുൾപ്പെടെ 8 പേരുടെ സ്വകാര്യ പ്ലോട്ടുകളിൽ ലോകായുക്ത റെയ്ഡ് നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ 40 കോടി രൂപയുടെ അനധികൃത സ്വത്ത് കണ്ടെത്തിയിട്ടുണ്ട്. ബംഗളൂരു അർബൻ, മൈസൂരു, തുമകുരു, കലബുർഗി, കൊപ്പൽ, കുടക് ജില്ലകളിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്ഥലങ്ങളിലും ലോകായുക്ത പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട്. കർണാടക റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കമ്പനിയിൽ ഡെപ്യൂട്ടി കമ്മീഷണറായി സേവനമനുഷ്ഠിക്കുന്ന വാസന്തി അമർ IASന്റെ വീട്ടിലും ലോകായുക്ത റെയ്ഡ് നടന്നു. ബംഗളൂരു സബ് അർബൻ റെയിൽവേ പ്രോജക്റ്റിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഉത്തരവാദിത്തം ഈ ഓഫീസർക്കാണ്. വാസന്തി അമർ IASുമായി ബന്ധപ്പെട്ട് നടന്ന പരിശോധനകളിൽ അവർ സ്വന്തമാക്കിയിരുന്ന 3 സ്ഥലങ്ങളും 4 വീടുകളും 7.4 കോടി രൂപ വിലമതിക്കുന്ന 3 ഏക്കർ കൃഷിഭൂമിയും 12 ലക്ഷം രൂപയുടെ ആഭരണങ്ങളും 90 ലക്ഷം രൂപയുടെ വാഹനങ്ങളുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.